ഫെബ്രുവരി മാസത്തിലെ ശമ്പളം മുടങ്ങിയതുപോലെ തന്നെ മാർച്ച് മാസത്തിലെയും ശമ്പളം മുടങ്ങുമോ? ഇതാണ് പലർക്കും സംശയം. പ്രത്യേകിച്ചും ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം, സർക്കാർ പെൻഷൻകാരുടെയും ശമ്പളം ഈ പ്രാവശ്യം മുടങ്ങി എന്ന് മാത്രമല്ല, 1-ാം തീയതിയല്ല, അത് 4-ാം തീയതി ആയിട്ടും കിട്ടാത്തവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പിടിയാണ്. കാരണം വായ്പ എടുത്ത വാങ്ങി വീട് വെച്ചവരുണ്ട്, വായ്പ കൊണ്ട് കാർ എടുത്തവരുണ്ട്, വായ്പ കൊണ്ട് മറ്റ് ചെലവുകൾ നടത്തിയവരുണ്ട്, വായ്പ കൊണ്ട് മകളെ കെട്ടിച്ചവരുണ്ട്, അല്ലെങ്കിൽ മകനെയും മകളെയും വിദ്യാഭ്യാസത്തിന് അയച്ചവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ വായ്പകളുടെയും ഡ്യൂ ഡേറ്റ് ആയിരിക്കും 1-ാം തീയതിയോ അതും അല്ലെങ്കിൽ 2-ാം തീയതിയോ ഒക്കെ. അപ്പൊ ആ സമയം അവ തിരിച്ചടച്ചില്ലെങ്കിൽ, അവയുടെ ഗഡുക്കൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നത് പോലെയുള്ള ന്യായങ്ങൾ കൊണ്ടൊന്നും ഈ കടം നൽകിയ ബാങ്കുകളെയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയോ ഒന്നും സമാധാനിപ്പിക്കാൻ ഒക്കില്ല. അവിടെ സമാധാനത്തിന് കൊടുക്കേണ്ടി വരിക വലിയ പിഴയായിരിക്കും. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, സർക്കാർ സർവീസിൽ ആദ്യമായിട്ടാണ് അത്തരം ഒരു പ്രതിസന്ധി ഈ ജീവനക്കാർ, അതായത് സർക്കാർ ഉദ്യോഗമാണോ, കർശനമായിട്ട് ശമ്പളം കിട്ടും. KSRTC പോലെയല്ല, മറ്റേതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെയല്ല. സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് ശമ്പളം കിട്ടുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സർക്കാർ വീഴാതെ, ഒരു കാരണവശാലും അവരുടെ ശമ്പളം മുടങ്ങുകയില്ല എന്ന ധൈര്യം മാത്രമല്ല, ഒരു അഹങ്കാരം കൂടി സർക്കാർ ജീവനക്കാർക്ക് അക്കാര്യത്തിലുണ്ട്. കാരണം എയ്ഡഡ് സെക്ടറിന് ശമ്പളം കിട്ടുന്നത് സർക്കാർ ജീവനക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാണ്. യൂണിവേഴ്സിറ്റീസിനൊക്കെ സർക്കാർ ഗ്രാന്റ് കൊടുത്താലാണ് ശമ്പളം കിട്ടുക. അപ്പൊ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്ക് പോലും ശമ്പളം കിട്ടുന്നത് സർക്കാർ ജീവനക്കാർക്ക് കിട്ടിയതിന് ശേഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞ സർക്കാർ ജീവനക്കാർക്ക് ആദ്യ ദിവസം തന്നെ ശമ്പളവും സർക്കാർ പെൻഷൻകാർക്ക് പെൻഷനും കിട്ടുമെന്നുള്ള ഒരു ചെറിയ അഹങ്കാരം വെച്ച് പൊറിപ്പിക്കുന്നവരായിരുന്നു ഇവര്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാം കീഴ്മേൽ മറിഞ്ഞു. 1-ാം തീയതി ഇല്ല, 2-ാം തീയതി ഇല്ല, 3-ാം തീയതി ഇല്ല, 4-ാം തീയതി വരെ 4-ഉം കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളിലാണ് അവർക്കും ശമ്പളവും പെൻഷനും കിട്ടിയത് എന്ന അവസ്ഥ. ഇനിയും കിട്ടാത്തവരുണ്ടോ എന്നുകൂടി നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്തരം ഒരവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ കെടുകാര്യസ്ഥതയാണ്, കാര്യക്ഷമതയില്ലായ്മയാണ്, വകതിരിവില്ലായ്മയാണ്. അതായത് ഏത് ഫണ്ടും അതിനൊരു പർപ്പസ് ഉണ്ട്. അത് സർക്കാർ ഖജനാവിലേക്ക് വരുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് 2 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ബജറ്റിൽ, ഇക്കഴിഞ്ഞ ബജറ്റല്ല, അതിന് മുൻപത്തെ 2023-24 ബജറ്റില് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ ചുമത്തി ഈടാക്കി, എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ട് ആ പണം എവിടെ പോയി? ഇതാ ഇപ്പൊ 7 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയായി കിടക്കുന്നത്. അപ്പം അങ്ങനെ, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് എന്നൊരു ഫണ്ട് ഫോം ചെയ്തിരുന്നു. ഇപ്പൊ അദ്ദേഹം ഈ അടുത്ത നാളിൽ പറയുകയുണ്ടായി, 25,000 കോടിയാണ് അതിന്റെ കടം വീട്ടാനായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടി വന്നത്. അതങ്ങനെയാണ്, കടം മേടിച്ചാൽ കൊടുക്കേണ്ടി വരുമല്ലോ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫോം ചെയ്തു. ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയായിട്ട് വായ്പ എടുത്തു. ആ വായ്പ എടുത്തത് തിരിച്ചടയ്ക്കണം, അതിന്റെ പലിശയോടുകൂടി തിരിച്ചടയ്ക്കണം. അത് ചെയ്യേണ്ടി വന്നു മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആ മിനിസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതം കൂറുകയാണ്. കാരണം വായ്പ എടുത്താൽ തീർച്ചയായിട്ടും അതും അതിന്റെ പലിശയും തിരിച്ചു കൊടുക്കണം. അതിനുള്ള മാർഗം കണ്ടിട്ട് മാത്രമേ കടമെടുക്കാവൂ. അതുകൊണ്ടാണല്ലോ, അതിന്റെ മാർഗത്തിൽ ഉപരി കടമെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2002 കേന്ദ്രം കൊണ്ടുവന്നതും 2003 സംസ്ഥാനങ്ങളെല്ലാം അത് പാസ്സാക്കി അതിൻപടി നാം മുന്നോട്ട് പോകണം എന്ന് അനുശാസിക്കുന്നത്. പക്ഷെ അതിൻപടി മുൻപോട്ട് പോകാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് സംശയം, മാർച്ച് മാസത്തിലെ ശമ്പളവും ബുദ്ധിമുട്ടിലാകുമോ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിലാകും. എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിലാകും എന്ന് പറയുന്നത്? ഒരു വർഷം ഒരു സംസ്ഥാന ഗവൺമെന്റിന് 144 ദിവസം ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. അതുപോലെ തന്നെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസും എടുക്കാം. അപ്പോൾ ഈ അവസാന ഓരോ പാദത്തിലും 36 ദിവസമാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാവുന്നത്. ഈ പാദത്തിലെ 36 ഓവർ ഡ്രാഫ്റ്റും എടുത്തു കഴിഞ്ഞു. ഈ പാദം എന്ന് പറയുന്നത് ഈ ധനവർഷത്തിലെ അവസാന പാദമാണ്, അവസാന പാദത്തിലെ അവസാന മാസമാണ്.
അപ്പൊ ഈ മാസം ഈ ധനപാദത്തിൽ എടുക്കാമായിരുന്ന 36 ദിവസത്തെയും ഓവർ ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി ഓവർ ഡ്രാഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇപ്പൊ തൽക്കാലം ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുക? ഖജനാവിലേക്ക്, അതായത് ഒരു മാർഗവും ഇല്ല എന്ന് പറയുമ്പോൾ നാം പ്രത്യേകം ഓർക്കണം, ഇപ്പോഴും 50-55% പരോക്ഷ നികുതികൾ പിരിക്കാനുള്ള അവകാശം GST പോയിട്ടില്ല. അതിപ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലാണ്. അങ്ങനെയാണല്ലോ നമുക്കറിയാം. മദ്യവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ധനം, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒക്കെ വളരെ ഹെവിയായ തോതിൽ സംസ്ഥാന ഗവൺമെന്റ് നികുതി ചാർത്തുകയും ചുമത്തുകയും പിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന പണം, അത് ആ കൂട്ടത്തിലൊക്കെ പെട്ടതാണ് ഈ കുടിശ്ശികയായിട്ട് കിടക്കുന്ന 19,775 കോടി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിൽ GST തന്നെ 14,000 കോടിയോളം ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നികുതി തന്നെയുണ്ട് 3,000-ലധികം. അപ്പൊ ഈ നികുതികളൊക്കെ, ഈ കുടിശ്ശിക കിടക്കുന്ന നികുതിയും നികുതിയേതര വരുമാനവും ഒക്കെ സമാഹരിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരു പരിധി വരെ ഈ മാർച്ചിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാൻ ഒക്കും. പക്ഷെ ഇതുവരെ പരിശ്രമിക്കാതിരുന്ന, 11 മാസവും പരിശ്രമിക്കാതിരുന്ന ഗവൺമെന്റ് ഈ 12ാമത്തെ മാസത്തിൽ അതിനുള്ള ശ്രമം നടത്തുമെന്നും ആ ശ്രമം വിജയിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ഉദാഹരണത്തിന് ഇവിടുത്തെ ക്വാറി മാഫിയ തന്നെ എടുത്തോളൂ. ക്വാറി മാഫിയയിൽ നിന്ന് വളരെ തുച്ഛമായ തുകയാണ് പിരിച്ചെടുക്കുന്നത്. അതുപോലെയാണ് ഗോൾഡ് മാഫിയ. ഈ ഗോൾഡ് മാഫിയ നമുക്ക് ഒരു 30,000 കോടി രൂപയെങ്കിലും ഗോൾഡിന്റെ നികുതിയായിട്ട് ഖജനാവിൽ എത്തേണ്ടതാണ്. എത്തേണ്ട സ്ഥാനത്ത് 500 കോടിയിൽ താഴെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഴുവനും കള്ളക്കണക്കിലാണ് വിറ്റുപോകുന്നത്. അതായത് നികുതി അടയ്ക്കാതെ 3% നികുതിയിലാണ് GSTയിലാണ് സ്വർണ്ണാഭരണങ്ങളെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നല്ലേ 3% നികുതിയിൽ നിജപ്പെടുത്തിയത്? കാരണം ഇന്ത്യക്ക് കിട്ടുന്ന വിദേശ നാണ്യത്തിന്റെ, അതായത് എക്സ്പോർട്ടിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 19-20% എല്ലാ വർഷവും കിട്ടുന്ന സ്വർണ്ണ വജ്രാഭരണ കയറ്റുമതികളിലൂടെയാണ്. അതുകൊണ്ടാണ് അൺകട്ട് ഡയമണ്ടിന് 0.25% GSTയേ ഉള്ളൂ. കാരണം ആ മേഖലയിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിലല്ല, ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെ അവിടെയാണ് അൺകട്ട് ഡയമണ്ട്സിന്റെ ജോലി കൂടുതലുള്ളത്. പിന്നെ അതുപോലെ സ്വർണ്ണ വജ്രാഭരണ മേഖല, അതിലും ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട്. വലിയ എക്സ്പോർട്ട് ഏണിംഗ്, നമ്മുടെ എക്സ്പോർട്ട് ഏണിങ്ങിന്റെ 20% വരുന്നത് സ്വർണ്ണാഭരണ എക്സ്പോർട്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് സ്വർണ്ണാഭരണത്തെ 3% GSTയിൽ നിജപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, അതിനു മുകളിലാണ് നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾക്കുള്ള, അതായത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കുള്ള, നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള GST 5% തുടങ്ങിയാണ് GST. 5, 12, 18, 28 ഇങ്ങനെയാണ് GST പോകുന്നത്. അപ്പൊ അതിലും താഴ്ത്തി വെച്ചിരിക്കുന്ന സ്വർണ്ണ നികുതി 3% ആയിട്ട് പോലും സ്വർണത്തിന്റെ വില ബാണം പോലെ കുതിച്ചു കയറി. അങ്ങനെ നിൽക്കുമ്പോൾ പോലും സ്വർണ്ണ വജ്ര വ്യാപാരികൾ ഗവൺമെന്റിനെ വഞ്ചിക്കുന്നു. ഗവൺമെന്റിനെ വഞ്ചിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ സ്പോൺസർഷിപ്പ് ഒക്കെ കളക്ട് ചെയ്ത് ആരുടെ അടുത്തു നിന്നാണ്? ഇതുപോലെയുള്ള സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന്, ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒക്കെയാണ് ഈ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വലിയ വൻകിട വ്യാപാരികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഈ സ്പോൺസർഷിപ്പ് ഒക്കെ കളക്ട് ചെയ്ത് ഗവൺമെന്റ് ആരുടെ അക്കൗണ്ടിലേക്കായിട്ടത്? ഖജനാവിലേക്കല്ല കേട്ടോ. പോയത് എവിടേക്കാണെന്നറിയാമോ? PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പൊ PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്ന ഈ സ്പോൺസർഷിപ്പ് പണം അതെന്തായിരിക്കും ചെയ്യുക? എന്തോ ചെയ്തു കൊള്ളട്ടെ, എന്തായാലും പൊതുജനം അറിയാനല്ലല്ലോ അത് PRDയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത്. അത് ഇലക്ഷൻ ചെലവിന് വേണ്ടിയും മറ്റു ചെലവുകൾക്ക് വേണ്ടിയും പലരുടെയും പോക്കറ്റിൽ പോകാൻ വേണ്ടിയും ഒക്കെയാണ്. പോകട്ടെ. അപ്പോൾ അങ്ങനെ ഖജനാവിലേക്ക് നമ്മൾ നമ്മളാണ് എന്ത് വാങ്ങിയാലും അതിനൊക്കെ GST കൊടുക്കുന്നു. ആ GSTയും ഖജനാവിൽ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയ അളവ് വരെ എത്തുന്നില്ല. കാരണം GST രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യാപാരി വ്യവസായികളാണ് കേരളത്തിൽ വളരെ കൂടുതലും. 20 ലക്ഷത്തോളം വ്യാപാരി വ്യവസായികൾ ഉള്ളതിൽ ഒരു 20% മാത്രമേ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ, അതായത് വിഭവ സമാഹരണത്തിന് വേണ്ട വഴികളൊന്നും തേടുന്നില്ല ഗവൺമെന്റ്. ഈ രജിസ്ട്രേഷൻ എടുക്കാത്തവരെ കൊണ്ട് രജിസ്ട്രേഷൻ എടുപ്പിക്കാൻ അവരെന്തു പറഞ്ഞാൽ രജിസ്ട്രേഷൻ എടുക്കാത്ത? GSTയിൽ രജിസ്ട്രേഷൻ എടുക്കത്തക്ക രീതിയിലുള്ള വിറ്റുവരവ് നമുക്കില്ല
എന്ന് പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കാത്തത്. അപ്പൊ നമ്മൾ കേരള സംസ്ഥാനത്തെ പറ്റി ഓർക്കണം. ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ 1ാം റാങ്ക് ആണ് കേരളത്തിനുള്ളത്. അതേ സമയത്ത് ഇൻഡയറക്റ്റ് ടാക്സ് കളക്ഷനിൽ, അതായത് GST ആയിട്ടും GST അല്ലാതെയുമുള്ള പരോക്ഷ നികുതി പിരിക്കുന്ന കാര്യത്തിൽ 7ാം സ്ഥാനത്താണ് സംസ്ഥാനം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ തോതിൽ നികുതി വെട്ടീര് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ നികുതി വെട്ടീര് ഒരു അറുതി വരുത്തി അല്ലെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും കുറച്ച് നികുതി സമാഹരണം നടത്താൻ ഗവൺമെന്റിന് കഴിയില്ലേ? തീർച്ചയായിട്ടും ഗവൺമെന്റിന് കഴിയും. അതിനു വേണ്ടിയാണല്ലോ ഈ പറയപ്പെട്ട VACB, എന്താണ്, അതായത് എന്താണ്, ഈ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, അതിനെയാണ് VACB എന്ന് പറഞ്ഞത്. അപ്പൊ ഈ VACBക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ GSTയിൽ തന്നെ ഒരു നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റി, അതുപോലെ VACB, ഇവർക്കൊക്കെ എന്താണ് ജോലി? ഇവർ മിന്നൽ പരിശോധന നടത്തണം കടകളിൽ, അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിലും. അങ്ങനെ മിന്നൽ പരിശോധന നടത്തുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ വിറ്റുവരവ് എത്ര എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ വിറ്റുവരവ് ചില അഡ്ജസ്റ്റ്മെന്റുകളോട് കൂടിയിട്ട് മൊത്തം വിറ്റുവരവ് എത്ര എന്ന് കണ്ടെത്തുകയും അങ്ങനെ GST രജിസ്ട്രേഷന് അർഹതപ്പെട്ടവരാണോ ആണെങ്കിൽ അവരെ അടിച്ച് GST രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴാണ് GST വരുമാനം വർദ്ധിക്കുക. അതുപോലെ പരോക്ഷ നികുതി വരുമാനം വർദ്ധിക്കുക. പകരം ഈ VACB വെറുതെ ഇരിക്കുക, നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റിംഗ് ബ്യൂറോ വെറുതെ ഇരിക്കുക, അവരവരുടെ ജോലി ചെയ്യുന്നില്ല. അതുകൊണ്ട് GST രജിസ്ട്രേഷൻ എടുക്കാൻ അർഹതപ്പെട്ടവർ പോലും എടുക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ GST കൊടുക്കുന്നു, അതൊക്കെ അവരവരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു, ഗവൺമെന്റ് ഖജനാവിൽ എത്തുന്നില്ല. അതാണ് നികുതി സമാഹരണത്തിലെ ശോഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിക്കാരൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒരു കമ്മിറ്റിക്കും പുല്ല് വില കൊടുക്കുന്നില്ല ഗവൺമെന്റ് സ്വന്തം രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലോ LDF ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ പ്ലാനിംഗ് ബോർഡിലെ ഉദ്യോഗസ്ഥർ പറയും, പ്ലാനിംഗ് ബോർഡ് അപ്പോൾ ഭരിക്കുന്നത് ഈ സഖാക്കളാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അവരും പറയും സഖാക്കളാണ് ഭരിക്കുന്നത് എന്ന്. അപ്പൊ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെറുതെ ഇരുന്നാൽ പോരെ? അതായത് വെറുതെ ഇരുന്നാലും സഖാക്കൾ പറയുന്നത് കേട്ട് അവർ പറയുന്നത് പോലെ ചെയ്താൽ മതി. അങ്ങനെയാണ് ഇവിടെ ഈ ഭരണം ഇത്ര കണ്ട് തരം താഴുന്നതും ഇത്ര കണ്ട് കാര്യക്ഷമത നഷ്ടപ്പെടുന്നതും. അതുകൊണ്ടാണ് ഈ LDF ഗവൺമെന്റ് എപ്പോഴൊക്കെ ഭരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ എന്താണ് GSDP സഞ്ചിത കട റേഷ്യോ 30% മുകളിലാണ്. എപ്പോഴൊക്കെ UDF ഗവൺമെന്റ് ഭരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ GSDP സഞ്ചിത കട റേഷ്യോ 29 താഴെയാണ്. അത് 29 താഴെ നിർത്തണമെന്നാണ് FRBM ലോ ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വിഭവ സമാഹരണത്തിന് ഒരു ശ്രമവും നടത്താത്ത ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇപ്പോ ഈ മാർച്ച് മാസത്തിൽ ഓടി സുപ്രീം കോടതിയിൽ, മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ പോയി അല്ലെങ്കിൽ ജനുവരിയിൽ പോയി എന്നോർത്തോളൂ, സുപ്രീം കോടതിയിൽ ചെന്ന് ഞങ്ങളെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കാൻ കേന്ദ്രത്തോട് പറയണം, കേന്ദ്രം ഞങ്ങളോട് ഒരു ബയസ് ട്രീറ്റ്മെന്റ് ആണ് തരുന്നത്, അതുകൊണ്ടാണ് കേരളം ധനപ്രതിസന്ധിയിലേക്ക് പോയത് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവര് വിവരമില്ലാത്തവരാണെങ്കിൽ മാത്രമേ അത് വിശ്വസിച്ച് ഉടനെ കേന്ദ്രത്തോട് കൊടുക്കൂ അവർക്ക് വായ്പ എടുക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ കൊടുക്കൂ അവർക്ക് ഗ്രാന്റ് എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുകയുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലെന്ന് കപിൽ സിബൽ അല്ല ഏത് വലിയ പ്രതിഭാശാലി വക്കീലായിട്ട് പോയി വാദിച്ചാലും തെളിയിക്കാനുള്ള പ്രൂഫില്ല. അതാണ് അവസ്ഥ. ഉള്ള പ്രൂഫ് വേണ്ട പോലെ തെളിയിക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാൻഡോ എന്ത് കിട്ടിയാലും അത് ചെലവഴിച്ചാൽ ആ ചെലവഴിച്ച യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തിക്കണം അടുത്ത ഗഡു കിട്ടാൻ. അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് സംസ്ഥാന ഗവൺമെന്റിന് സ്വന്തം നില സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന് മുൻപിലാണെങ്കിലും നിൽക്കാൻ കഴിയുക. ഇവിടെ ജനത്തിന്റെ മുൻപിൽ ഇതൊന്നും വേണ്ട, അല്ലാതെയുള്ള പൊള്ള വാഗ്ദാനങ്ങളും അഡ്വർടൈസ്മെന്റും ഒക്കെ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റും. പക്ഷെ സുപ്രീം കോടതിയുടെ കണ്ണിലോ കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണിലോ അങ്ങനെ പൊടിയിടാൻ കഴിയുകയില്ല. അപ്പോൾ ഇപ്പോ ഈ മാർച്ച് വരുമ്പോഴേക്കും, മാർച്ച് മാസത്തിലെ ശമ്പളം ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ കൊടുക്കണം. അപ്പൊ എന്താണ് ഒരു മാർഗം? മിക്കവാറും ശമ്പളവും പെൻഷനും ഒക്കെ അന്നും മുടങ്ങാനാണ് സാധ്യത. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ,
144 ദിവസമാണ് ഒരു സംസ്ഥാനത്തിന് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാവുന്നത്. ആ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് അവിടെ എല്ലാ പോസിബിലിറ്റീസ് ഈ ധനവർഷത്തിലെ മുഴുവനും തീർന്നു. ഇനി അടുത്ത ഏപ്രിൽ മുതൽ മാത്രമാണ് നമുക്ക് ഓവർ ഡ്രാഫ്റ്റോ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസോ എടുക്കാൻ കഴിയുക. അപ്പൊ അതിന് മുൻപായിട്ട് എന്ത് സാധ്യതയാണുള്ളത്? ഇപ്പൊ ഇത് 8700 കോടിയുടെ വായ്പ എടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നു. അത് സുപ്രീം കോടതിയുടെ ഇന്റർമീഡിയേഷന് ശേഷമാണ്. അതായത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിച്ചാൽ 13,608 കോടി വായ്പ എടുക്കാൻ സമ്മതിക്കാമെന്ന് കേന്ദ്രം ഒരു പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ സംസ്ഥാനം പറഞ്ഞു ഇല്ല, സുപ്രീം കോടതിയിലെ കേസ് ഞങ്ങൾ പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിടിവാശിയോടെ നിന്നു. എന്നിട്ട് സുപ്രീം കോടതിയെ വീണ്ടും അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു, അതായത് സംസ്ഥാനം അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലായതുകൊണ്ട് നീക്കുപോക്കുണ്ടാക്കി പിന്നെ കേസ് കൊടുക്കാനുള്ള സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ 131 ഭരണഘടനയുടെ 131 വകുപ്പ് അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്. ആ അവകാശം അവർ പ്രയോജനപ്പെടുത്തിയതിന് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരു കോൺസെൻസസിൽ എത്താൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കേന്ദ്രം 13,608 കോടി കടമെടുക്കാൻ വീണ്ടും അനുവാദം കൊടുത്തത്, അൺകണ്ടീഷണലായിട്ട് അനുവാദം കൊടുത്തത്. പക്ഷെ ഇപ്പൊ കേൾക്കുന്നു അതിനകത്ത് 8700 കോടിയെ കടമെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കളി വരുന്നത്. അതായത് ഈ ഫണ്ടിൽ നിന്ന് 4,862 കോടി, ഈ 13,608 കോടിയിൽ 4,862 കോടിയും ഇലക്ട്രിസിറ്റി ബോർഡിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി ലഭിക്കുമായിരുന്ന വായ്പാ സാധ്യതയാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസരണ നഷ്ടം ഇല്ലാതെയാക്കാനുള്ള സ്മാർട്ട് മീറ്റർ പോളിസിയാണ്. ആ സ്മാർട്ട് മീറ്റർ പോളിസി കൊണ്ടുവരുന്നതിന് ഇലക്ട്രിസിറ്റി യൂണിയൻ കർശനമായിട്ട് എതിർത്തു. അത് അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോടെക്സ് മോഡൽ വേണ്ട, അതായത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു മോഡലാണത്. ആ മോഡൽ റെഗുലേറ്ററി കമ്മീഷൻ വഴി വന്ന ആ മോഡലിലേക്ക് ഈ സ്മാർട്ട് മീറ്റർ ഇവിടെ കേരളത്തിന് വേണ്ട. കേരളത്തിനുള്ള സ്മാർട്ട് മീറ്റർ ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളികളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യം ഫോം ചെയ്ത് അവരും കൂടി ചേർന്ന് പുതിയതൊരെണ്ണം സൃഷ്ടിച്ചെടുക്കാം എന്നായിരുന്നു അവരുടെ വാഗ്ദാനം. അങ്ങനെയാണ് ആ ഇലക്ട്രിസിറ്റി പരിഷ്കരണങ്ങളൊക്കെ നടപ്പാക്കിയിട്ടും ഇതിൽ തട്ടിയാണ് ഈ 4,862 കോടിയുടെ ഇത് നടക്കാതെ വന്നത്. ഇപ്പൊ ഈ 13,608 കോടിയിൽ നിന്ന് ഇലക്ട്രിസിറ്റിയുടെ ആ പ്രശ്നം ഇതുവരെ പരിഹൃതമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഫണ്ട് കുറച്ച് ബാക്കിയാണ് 8,700 കോടി രൂപ വായ്പയായിട്ട് എടുക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. ആ അനുവാദം കിട്ടിയത് എല്ലാ ചൊവ്വാഴ്ചയുമാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങൾ വിറ്റ് പണം സംഭരിക്കാവുന്നത്, വായ്പ സംഭരിക്കാവുന്നത്. അത് ഇനി അടുത്ത ചൊവ്വാഴ്ച എന്ന് വെച്ചാൽ 19-ാം തീയതി മാത്രമേ ആകൂ. അപ്പൊ 20-ാം തീയതി നമ്മുടെ ബജറ്റിൽ പണം വരുള്ളൂ. അത് വന്നാൽ കപിൽ സിബൽ എന്താണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? 13,608 കോടി അനുവദിച്ചാൽ പോലും അത് ഒരാഴ്ചത്തെ ആവശ്യങ്ങൾക്ക് സംസ്ഥാനത്തിന് തികയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ 13,608 കോടി വരുന്നില്ല, 8,700 കോടിയേ വരുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരാഴ്ചത്തെ ആവശ്യത്തിന് പോലും തികയില്ല. 20-ാം തീയതി ആ ഫണ്ട് ട്രഷറിയിൽ എത്തിയാൽ 27-ാം തീയതി ആകുമ്പോഴത്തേക്കും അത് ആയിപ്പോവും. അപ്പോൾ വീണ്ടും ഏപ്രിൽ 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ശമ്പളം കൊടുക്കണമെങ്കിൽ നിവൃത്തിയില്ലാതെ വരും. അതല്ലെങ്കിൽ ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇപ്പൊ ഈ 13,608 കോടിയിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടും കൂടി വായ്പ എടുക്കാൻ സംസ്ഥാനത്തിന് അനുവാദം കിട്ടണം. അത് അനുവാദം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരിഷ്കരണങ്ങളുമായിട്ട് ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അതിന് എന്ത് ഉത്തരം, അതായത് സമവായത്തിൽ എത്തത്തക്ക ഉത്തരം എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ ഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ഈ തൽക്കാലം, അതായത് ഏപ്രിൽ ആദ്യ വാരത്തിലും ശമ്പളവും പെൻഷനും കൊടുക്കലും മുടങ്ങും. പിന്നെ ഏപ്രിൽ എന്ന് പറയുന്നത് ധനവർഷത്തിന്റെ ആദ്യ പാദമാണ്. അതുകൊണ്ട് ഏപ്രിലിൽ തീർച്ചയായിട്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം, വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിലേക്ക് പോകാം. അങ്ങനെയൊക്കെ ആദ്യഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഡിലേ ശമ്പളത്തിന്റെയും പെൻഷന്റെയും കാര്യത്തിൽ ഏപ്രിൽ മാസത്തിലും സംഭവിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ.